നമസ്കാരം. കടുത്ത ചൂടാണ് കേരളത്തിൽ. വേനൽ മഴയിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. കൊടും ചൂടിനൊപ്പം ജലക്ഷാമവും രൂക്ഷമാകുകയാണ്. ചൂടേറിയ വാർത്തകളും ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നു. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയുന്നുണ്ട്. MLA കെ ബാബുവിന് ഏറെ നിർണായകമാകും ഈ വിധി. വാർത്തകളുടെ സമഗ്ര വിവരങ്ങളുമായി വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് നിർണായകം. M സ്വരാജിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്ന് സ്വരാജ്. മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് പിടിച്ചെന്ന് പരാതി. പോരാട്ടം മുറുകുന്നു. കൊടും ചൂടിലും നാടാകെ ആവേശം. വോട്ടെടുപ്പിന് ഇനി 15 ദിവസം. സമഗ്ര ചിത്രവുമായി ന്യൂസ് 18 വാർത്താ സംഘം പാലക്കാട്. കരുവന്നൂർ കേസിൽ PK ബിജു വീണ്ടും ഇഡിക്ക് മുന്നിലേക്ക്. ബിജുവിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. ഇഡി കുരുക്കിനെ നേരിടാൻ ക്രൈംബ്രാഞ്ച്. ഇഡി പിടിച്ചെടുത്ത യഥാർത്ഥ രേഖകൾ വേണമെന്ന ഹർജി ഹൈക്കോടതിയിൽ. വീണ വിജയനെതിരായ മാസപ്പടി കേസിൽ കുരുക്കുമുറുക്കാൻ ഇഡി. CMRL ഉദ്യോഗസ്ഥരെ ഇന്ന് ചോദ്യം ചെയ്യും. സാമ്പത്തിക ഇടപാട് രേഖകളുമായി ഹാജരാകാൻ നിർദ്ദേശം. VC നിയമനത്തിൽ കോടതി ഇടപെടുമോ എന്ന് ഇന്നറിയാം. VCമാരെ നിയമിക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്ന ഹർജി പരിഗണിക്കും. ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും ആവശ്യം. റിയാസ് മൗലവി വധക്കേസ് വിധിയിൽ സർക്കാരിന്റെ അപ്പീൽ ഇന്ന് ഹൈക്കോടതിയിൽ. കീഴ്ക്കോടതി വിധി റദ്ദാക്കണമെന്ന ആവശ്യം. ഉത്തരേന്ത്യയിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥന. ഗാന്ധിമതി ബാലന് വിട ചൊല്ലാൻ തലസ്ഥാനം. സംസ്കാരം വൈകിട്ട് ശാന്തി കവാടത്തിൽ. രാവിലെ പൊതുദർശനം. ഗാസയിൽ വ്യോമാക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടു. ഹനിയ കുടുംബത്തിന്റെ കാറിന് നേരെ നടന്നത് ഡ്രോൺ ആക്രമണം. സമാധാന ചർച്ചകൾക്ക് തിരിച്ചടി. IPLൽ ഗുജറാത്തിന് മുന്നിൽ അടിതെറ്റി രാജസ്ഥാൻ. ഗുജറാത്ത് വിജയം 3 വിക്കറ്റിന്. കളം നിറഞ്ഞ ശുഭ്മാൻ ഗിൽ. രാജസ്ഥാൻ ഏറ്റുവാങ്ങിയത് സീസണിലെ ആദ്യ തോൽവി. വാർത്താരംഭത്തിലേക്ക് വിശദമായി. തൃപ്പൂണിത്തുറ MLA കെ ബാബുവിന് ഇന്ന് നിർണായക ദിനമാണ്. തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് പിടിച്ചതായും വോട്ട് അഭ്യർത്ഥിച്ചുള്ള സ്ലിപ്പിൽ ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചതായും സ്വരാജ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വരാജിന്റെ ഹർജി നിലനിൽക്കുമെന്ന് നേരത്തെ ഹൈക്കോടതി ഉത്തരവിനെതിരെ ബാബു നൽകിയ ഹർജി സുപ്രീം കോടതിയും തള്ളിയിരുന്നു. 1030 വോട്ടുകൾക്കായിരുന്നു കെ ബാബുവിന്റെ വിജയം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരും. ആജ്ഞ, തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് വിഷയം ഇന്ന് ഹൈക്കോടതി വിധി പറയുകയാണ്. എത്രത്തോളം നിർണായകമാണ് കെ ബാബുവിനും ഒപ്പം M സ്വരാജിനും? പാർവതി സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ഒരു MLAയെ സംബന്ധിച്ചിട്ട് അങ്ങേയറ്റം നിർണായകമായ ഒരു തീരുമാനമാണെന്ന് ഹൈക്കോടതിയിൽ നിന്നും വരേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് എതിർ സ്ഥാനാർത്ഥി മുൻ MLAയുമായിരുന്ന M സ്വരാജ് തൃപ്പൂണിത്തുറ MLA കെ ബാബുവിനെതിരെ ഈ ഹർജി ഫയൽ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിനിടയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് സ്വരാജിന്റെ പരാതി. വോട്ടർ സ്ലിപ്പിൽ ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചാണ് വോട്ടർ സ്ലിപ്പ് വിതരണം ചെയ്തത് എന്നാണ് ഹർജിയിൽ സൂചനയുള്ളത്. ഇത് നേരത്തെ ഈ ഹർജിക്കെതിരെ ബാബു നടത്തിയ പോരാട്ടത്തിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ബാബുവിന്റെ ഹർജികൾ തള്ളിയിരുന്നു. അതിനുശേഷം ആണ് കഴിഞ്ഞ മാർച്ചിൽ സബ്മിറ്റ് ചെയ്ത ഹർജിയാണിത്. അതിനുശേഷം ഇന്ന് വീണ്ടും അക്കാര്യത്തിൽ വിധിയാണ് ഇന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനമൊട്ടാകെ
അങ്ങേയറ്റം ആകാംക്ഷയോടെ നോക്കിയിരുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു തൃക്കാക്കര. അത്രയും ടൈറ്റ് മത്സരമായിരുന്നു. 992 വോട്ടുകൾക്കാണ് അന്ന് കെ ബാബു ജയിക്കുന്നത്. ഈ ചെറിയ ഭൂരിപക്ഷത്തിൽ അങ്ങേയറ്റം ഏറ്റവും അവസാന നിമിഷമാണ് കെ ബാബുവിന്റെ വിജയം തന്നെ ഉറപ്പാക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് കെ ബാബു ജയിച്ചത്. കെ ബാബു ജയിച്ചത് പരമായിട്ടുള്ള ഇടപെടലുകളേക്കുള്ള ഹിന്ദുക്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പ്രത്യേകിച്ചും ആ സമയത്ത് ശബരിമല വിഷയം വ്യാപകമായിരുന്നതല്ല, ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് വിശ്വാസികളെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം കൂടിയാണ് സ്വരാജ് ഹർജിയിലൂടെ ഉന്നയിക്കുന്നത്. ഈ ഒരു രീതിയിലുള്ള ഹർജി നിലനിൽക്കുമെന്ന് തന്നെയാണ് വിദഗ്ധരുടെ നിരീക്ഷണവും. അതുകൊണ്ട് തന്നെ കെ ബാബുവിനെ സംബന്ധിച്ച ഇന്ന് ഈ വിധി അങ്ങേയറ്റം നിർണായകമാണ്. കെ ബാബു നിലവിൽ തൃപ്പൂണിത്തുറ MLA കൂടിയാണ്. മുൻ MLA കൂടിയായിരുന്ന സ്വരാജാണ്, എതിർ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന സ്വരാജാണ് ഈ കാര്യത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. പാർവതി, തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ ഉണ്ടാകുന്ന ഈ വിധി ഇരു മുന്നണികൾക്കും എത്രത്തോളം നിർണായകമാണ്? പാർവതി, തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ സ്വരാജ് ആയിരുന്നു അവിടെ മത്സരിച്ചത്, ഇത്തവണ UDF ആയിരുന്നു മത്സരിച്ചിരുന്നത്. അത് ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു പ്രതിഭാസം തൃപ്പൂണിത്തുറയിലുണ്ട്. എന്നിരുന്നാൽ പോലും എറണാകുളം ജില്ലയിലെ 7 മണ്ഡലങ്ങളും UDFിനൊപ്പം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിയമസഭാ മണ്ഡലങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. 7 മണ്ഡലങ്ങളും UDFിനൊപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ആ മണ്ഡലത്തിലെ വോട്ട് ഷെയറിനെ ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ്. സ്വരാജിന് അനുകൂലമായി വിധി വരികയാണെങ്കിൽ, കെ ബാബുവിന് എതിരായി വിധി വരികയാണെങ്കിൽ ആ ഒരു മണ്ഡലത്തിലെ വോട്ടർമാരെ അത് സ്വാധീനിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതൊരു നിർണായക വിധിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കെ ബാബുവിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും സിറ്റിംഗ് MLA ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു MLA ആണ്. അങ്ങേയറ്റം കടുത്ത മത്സരമായിരുന്നു. വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ തന്നെ അവസാന നിമിഷമാണ് കെ ബാബു വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നത് തന്നെ. അത് മറ്റെല്ലാ മണ്ഡലങ്ങളിലേക്കാളും ഏറ്റവും ചെറിയ ഭൂരിപക്ഷമായിരുന്നു കെ ബാബു നേടിയിരുന്നതും. കഴിഞ്ഞ മാർച്ചിലാണ് ഈ ഹർജി സ്വരാജ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. പാർവതി, ആജ്ഞ എപ്പോഴായിരിക്കും കോടതി ഇക്കാര്യത്തിൽ വിധി പറയുക? ഒരു 11:30 ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് നമുക്കറിയാൻ കഴിയുക. പാർവതി, ശരി. തൃപ്പൂണിത്തുറ MLA കെ ബാബുവിന് ഇന്ന് നിർണായക ദിനമാണ്. തെരഞ്ഞെടുപ്പ് വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വരാജ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. വിവരങ്ങൾ നൽകിയത് ആജ്ഞ രവീന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL പ്രതിനിധികളെ ഇന്ന് ED ചോദ്യം ചെയ്യും. സാമ്പത്തിക ഇടപാട് രേഖകളുമായി ഹാജരാകാനാണ് CMRL ഫിനാൻസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ CMRLൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് 1,72 ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഡാനി പോളാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. ഡാനി, CMRL ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകാനാണോ സാധ്യത? എന്താണ് വിവരങ്ങൾ? പാർവതി, ഇന്ന് നേരിട്ട് ഹാജരാകണമെന്ന് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIO അന്വേഷണം നടത്തിയ ഒരു ഘട്ടമുണ്ട്. ഈ ഘട്ടത്തിൽ ഇവരെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരോടാണ് ഈ സമൻസ് നൽകിയിരിക്കുന്നത്. ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കാണ് സമൻസ് നൽകിയിരിക്കുന്നത്. ഇവരോട് വിശദാംശങ്ങളുമായിട്ട് ED ഓഫീസിലേക്ക് എത്തണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ED ഈ കേസിലേക്ക് കൂടി വന്നതിന് ശേഷം നടക്കുന്ന ആദ്യ ഒരു നടപടികൾ കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് ഇതിൽ പ്രാധാന്യം വരുന്നത്. CMRL എക്സാലോജിക് പണമിടപാടുകളാണ് പ്രധാനമായും തന്നെ ED അന്വേഷിക്കുന്നത്. 2 കമ്പനികളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളുമായി എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉൾപ്പെട്ട CMRL ഏതാണ്ട് 1,72 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കിന് കൈമാറിയിട്ടുള്ളത്. ഇത് IT സേവനത്തിന്റെ പ്രതിഫലം എന്നാണ് രേഖകളിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷെ IT സേവനങ്ങളൊന്നും തന്നെ കമ്പനി സ്വീകരിച്ചിരുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. SFI അന്വേഷണം ഒരു ഭാഗത്ത് തുടരുന്നതിനിടെ തന്നെയാണ് ഇപ്പോൾ EDയുടെ അന്വേഷണവും ആരംഭിച്ചിരിക്കുന്നത്.
ഇ.ഡി. ഇന്ന് അതിന്റെ ഒരു പ്രാഥമിക ഘട്ടമെന്ന രീതിയിൽ തന്നെയാണ് CMRLന്റെ ഉദ്യോഗസ്ഥരോടക്കം ഇവിടേക്ക് എത്താനായിട്ട് രേഖകളുമായി എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് ഇന്ന് ഹാജരാകാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാർവതി. ശരി, CMRL ഉദ്യോഗസ്ഥരെ ഇന്ന് ഇ.ഡി. ചോദ്യം ചെയ്തേക്കും. വിവരങ്ങൾ നൽകിയത് ഡാനി പോൾ. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. തുടർച്ചയായി 3-ാം തവണയാണ് PK ബിജുവിനെ ചോദ്യം ചെയ്യുന്നത്. കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായി PK ബിജുവിന് പണമിടപാട് ഉണ്ടായിരുന്നുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. വിവരങ്ങൾ ഡാനി പോൾ തന്നെയാണ് നൽകുന്നത്. ഡാനി, PK ബിജുവിനെ ഇത് 3-ാം തവണയാണ് ഇ.ഡി. ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. ഒപ്പം തന്നെ MM വർഗീസിനെയും കഴിഞ്ഞ ദിവസം വീണ്ടും ചോദ്യം ചെയ്തേക്കും എന്ന് വിവരമുണ്ട്. കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടോ? വിവരങ്ങൾ. പാർവതി, ഇതിന്റെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായുള്ള ഒരു ചോദ്യം ചെയ്യലുണ്ടാവുന്നത്. പ്രത്യേകിച്ച് PK ബിജുവിന്റെ കാര്യം പറഞ്ഞു. PK ബിജുവിന് ഇത് 3-ാം വട്ടം തുടർച്ചയായി വിളിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ PK ബിജുവിനെതിരെ ഒരു മൊഴിയും അതോടൊപ്പം തന്നെ ഈ ചില ഇടപാടുകൾ സംബന്ധിയായ വിവരങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ട്. അതിൽ നേരത്തെ നൽകിയ അറസ്റ്റായ KR അരവിന്ദാക്ഷൻ, അതോടൊപ്പം തന്നെ ഇതിലൊരു ഇടപാടുകാരൻ സംശയിക്കുന്ന ജിജോ, ഇവരുടെ മൊഴികളിൽ PK ബിജുവിന്റെ ഇടപെടൽ സംബന്ധിച്ച് ചില സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ചുള്ള മൊഴികളുണ്ട്. ഈ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തത വരുത്തണം. അതോടൊപ്പം തന്നെയാണ് ഈ കരുവന്നൂർ കേസ് സംബന്ധിയായ കാര്യങ്ങളിൽ പാർട്ടി ഒരു അന്വേഷണം വച്ചിരുന്നു. അതിന്റെ കമ്മീഷന്റെ അധ്യക്ഷൻ കൂടിയായിരുന്നു PK ബിജു. ബിജു ഇത് സംബന്ധിയായി നൽകിയ റിപ്പോർട്ടും അതിന്റെ ഉള്ളടക്കവും എല്ലാം തന്നെ CPM വളരെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ED ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലുമായിട്ട് ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. അവസാനം തിങ്കളാഴ്ച നടത്തിയ ചോദ്യം ചെയ്യലിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസും ഇതിൽ ഉണ്ടായിരുന്നു. MM വർഗീസിനെയും 2 പേരെയും ED അന്ന് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. MM വർഗീസിനോട് 22-ാം തീയതി ഈ മാസം 22-ന് വീണ്ടും ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും PK ബിജുവിനും MM വർഗീസിനും എല്ലാം തന്നെ ഈ ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യം നിൽക്കുന്ന സമയത്ത് നടക്കുന്ന ഈ ചോദ്യം ചെയ്യൽ CPM-നും എല്ലാം തന്നെ ഒരുപോലെ നിർണായകം തന്നെയാണ്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നുള്ള സജീവ സൂചനകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ED അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പാർവതി. ശരി, കരുവന്നൂർ കേസിൽ PK ബിജുവിനെ ED വീണ്ടും ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് ഡാനി പോൾ. VC-മാരെ നിയമിക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രൊഫസർ മേരി ജോർജാണ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. കേരളത്തിലെ സർവകലാശാലകളിൽ VC-മാരുടെ ഒഴിവുകൾ ഉടനടി നികത്താൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യം. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ആജ്ഞ, എപ്പോഴാണ് ഹർജി പരിഗണിക്കുന്നത്? വിവരങ്ങൾ. പാർവതി, സാങ്കേതിക സർവകലാശാലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ VC-മാരെ നിയമിക്കാനുള്ള നീക്കം ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മേരി ജോർജ് ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒഴിവുള്ള VC-മാരുടെ ഒഴിവുള്ള സർവകലാശാലകളിൽ VC-മാരെ ഉടനെ നിയമിക്കാൻ ഗവർണർക്ക് ഉത്തരവ് നൽകണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മേരി ജോർജ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇത് ഗവർണർ ആണ് ചാൻസലർ. ഗവർണർ ചാൻസലർ ആയിരിക്കുമ്പോൾ VC-മാരെ നിയമിക്കാനുള്ള അധികാരം ഗവർണർക്കാണ്. നിലവിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന ബില്ലിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നതെന്നാണ് മേരി ജോർജ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കി ഈ സെർച്ച് കമ്മിറ്റി VC-യെ നിയമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സാങ്കേതിക സർവകലാശാലയിലെ VC നിയമനത്തിൽ അങ്ങനൊരു നീക്കമുണ്ട് എന്നൊരു ആരോപണം ഉണ്ട്. ഈ ആരോപണത്തെ മുൻനിർത്തിയാണ് ഇപ്പോൾ മേരി ജോർജ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ സർവകലാശാലകളിൽ ഒഴിവുള്ള VC-മാർ ഒഴിവുള്ള സർവകലാശാലകളിൽ ഉടനടി പുതിയ VC-മാരെ നിയമിക്കാനുള്ള നീക്കം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിന് ഹൈക്കോടതി ഉത്തരവ് ഇടണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് മേരി ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പാർവതി. ശരി, കേരളത്തിലെ സർവകലാശാലകളിൽ VC-മാരുടെ ഒഴിവുകൾ ഉടനടി നികത്താൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യം. ഇത് സംബന്ധിച്ച ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള. വാർത്താരംഭത്തിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകൾ.
Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ തന്നെ പുറത്താക്കി എന്ന് പറയാൻ ജോസ് കെ മാണിക്ക് നട്ടലില്ലേ എന്ന് മുതിർന്ന നേതാവ് പ്രൊഫസർ PM മാത്യു. തനിക്കൊരു നോട്ടീസ് പോലും നൽകാതെ പുറത്താക്കി എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണെന്ന് PM മാത്യു ന്യൂസ് 18നോട് പറഞ്ഞു. ഇത്തവണ തോമസ് ചാഴിക്കാടന് വോട്ട് ചെയ്യില്ല എന്ന് സ്റ്റീഫൻ ജോർജ് തന്നോട് പറഞ്ഞതായും PM മാത്യു ആരോപിക്കുന്നു. കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗമായിരുന്ന പ്രൊഫസർ PM മാത്യു UDFന്റെ തെരഞ്ഞെടുപ്പ് കുടുംബയോഗത്തിൽ അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു. എന്നാൽ PM മാത്യുവിനെ നേരത്തെ തന്നെ പുറത്താക്കിയതാണെന്നാണ് കേരള കോൺഗ്രസ് എം വിശദീകരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ PM മാത്യുവിന് പറയാനുള്ളത്? എന്നോടൊപ്പം അദ്ദേഹം ചേരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വസ്തുത എന്താണ്? താങ്കൾ നേരത്തെ പുറത്താണെന്നാണ് പറയുന്നത്. അത് പറയാൻ ഈ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴനാല് പോലും ഇല്ലാത്ത സ്റ്റീഫൻ ജോർജിനെ പറ്റുള്ളൂ. 9 മാസം മുമ്പ് പുറത്താക്കിയെന്ന് പറയാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് അദ്ദേഹം തന്നെ പറഞ്ഞതനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണി പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും ഈ സകല മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ PM മാത്യു ഉന്നതാധികാര സമിതി അംഗമാണ്. എനിക്ക് ഇന്ന് വരെ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു അച്ചടക്ക ലംഘനത്തിന് ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല. ഒരു തരത്തിലും വ്യക്തിപരമായി പോലും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെന്നാലും പറഞ്ഞിട്ടില്ല. പാലായിൽ ചാഴികാടൻ പരസ്യമായി അപമാനിക്കപ്പെട്ട സമയത്ത് പാർട്ടിയുടെ ഏറ്റവും സീനിയറായ ഒരാൾ എന്നുള്ള നിലയിൽ, സീനിയർ എന്ന് ഞാൻ പറയുമ്പോൾ 1967 ഞാൻ KM മാണിയും രാഷ്ട്രപതി നാരായണനും പഠിച്ച സ്കൂളിൻ്റെ ലീഡറായി തുടങ്ങിയതാണ്. ഇപ്പോൾ 57 കൊല്ലമായി. ഈ 57 കൊല്ലത്തിനിടയ്ക്ക് 4 തെരഞ്ഞെടുപ്പ് മത്സരിച്ച ആളാണ് ഞാൻ. ഇന്ന് വരെ UDFകാരോ UDFിലെ ഏതെങ്കിലും കക്ഷികളോ LDFിലെ കക്ഷികളോ ഒന്നും എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് പൊടുന്നനമേ ഇത്ര പെട്ടെന്ന് ഞാനൊരു മീറ്റിങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിച്ച് അറിഞ്ഞപ്പോൾ 9 മാസം മുമ്പ് പൂർത്തിയാക്കി എന്ന് പറയണമെങ്കിൽ എന്തോ ഒരു വിവരദോഷമാണ്. ഈ പറഞ്ഞ സ്റ്റീഫൻ ജോർജിനെ അച്ചടക്ക ലംഘനത്തിന് KM മാണി നിർദ്ദേശപ്രകാരം 1987 ആദ്യം ഞാൻ പുറത്താക്കിയതാണ്. കാര്യം എന്താ വെച്ചാൽ കാണക്കാരി സർവീസ് സഹകരണ ബാങ്കിൽ മുന്നണിക്കെതിരെ റിബലായി നിന്ന് മുന്നണിയെ തോൽപ്പിച്ച് സ്റ്റീഫനും തോറ്റ ശേഷം അവിടെയുള്ളവർ ഒന്നടങ്കം പറഞ്ഞു ഇനി പാർട്ടി സ്റ്റീഫനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അവസാനം KM മാണി സാർ പറഞ്ഞു പുറത്താക്കാൻ പറഞ്ഞു. 57 ഞാൻ പുറത്താക്കിയതാണ്, പുറത്തു പോയി. പിന്നെ 2021 കഴിഞ്ഞ് 2006 അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായി നിന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് 2001 വോട്ടിന് പരാജയപ്പെട്ടു കടുത്തുരുത്തിയിൽ. വീണ്ടും ഇടതുപക്ഷത്ത് അദ്ദേഹം പോയി 2011 മത്സരിച്ച് മോൻസിനോട് 20,000 വോട്ടിന് തോറ്റു. വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് 3-ാം പ്രാവശ്യവും തോറ്റു. അദ്ദേഹം 3 തോൽവിയും കഴിഞ്ഞ് ജോസ് കെ മാണിയുടെ കാല് പിടിച്ചൊരു കോർപ്പറേഷൻ മേടിച്ച്, അത് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനാണ്. ഈ കേരളത്തിൽ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ ഏതെങ്കിലും ഏരിയയിൽ ഒരു ന്യൂനപക്ഷ വിദ്യാർത്ഥിക്ക് ഒരു ആനുകൂല്യം കൊടുത്തായിട്ടില്ല. അദ്ദേഹത്തിന് അധികാരം വേണം, അതിന് അദ്ദേഹത്തിന് ഏത് ചെയ്യാവുന്ന പണിയും ചെയ്യും. അതിലുപരി തോമസ് ചാഴികാടൻ, ബാബു ചാഴികാടൻ മരിച്ച ശേഷം ബാബുവിനെ ബാബുവാക്കി കൊണ്ടുവന്ന ഞാനാണ്. ഞാൻ പഠിച്ച കോളേജിൽ അദ്ദേഹത്തിൻ്റെ പേര് ബാബു സുരേഖ് എന്നായിരുന്നു. അദ്ദേഹത്തിന് ബാബു സുരേഖ് എന്നുള്ള മാറ്റി ബാബു സിക്ക് പകരം ബാബു ചാഴികാടൻ എന്നാക്കിയത് ഞാനാണ്. അന്നും ഇന്നും പേര് അങ്ങനെ മാറിക്കിടക്കുക. തോമസ് സുരേഖ് എന്നായിരുന്നു ചാഴികാടൻ്റെ പേര്. അതും തോമസ് ചാഴികാടൻ എന്നാക്കി. ആ ഇലക്ഷന് 800 വോട്ടിന് ജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജൻറ്റ് ഞാനായിരുന്നു. ഇതാ മരിച്ച ബാബുവിനും അറിയാം, ബാബുവിൻ്റെ അമ്മയ്ക്കും അറിയാം, ഇതൊക്കെ അറിയാം. പക്ഷെ ആ സീറ്റ് സ്റ്റീവന് കൊടുത്തില്ല എന്ന് പറഞ്ഞ് സ്റ്റീവൻ പരസ്യമായി ജ്ഞാനായ സമുദായത്തിനും അല്ലാതെയും തോമസ് ചാഴികാടനെതിരെ ഏറ്റുവായൊരു പ്രചരണം നടത്തി. തെരഞ്ഞെടുപ്പ് സമാപന ദിവസം തോമസ് ചാഴികാടൻ്റെ പ്രവർത്തകർ ഏറ്റുമാനൂർ നടുക്കവലയിലിട്ട് സ്റ്റീവൻ്റെ ഷർട്ട് വലിച്ചു കീറി അടി കൊടുത്തപ്പോൾ ഓടിച്ചെന്ന് രക്ഷപ്പെടുത്ത KM മാണി സാറും ഞാനും കൂടിയാണ്. അപ്പം സ്റ്റീവൻ്റെ ചരിത്രം അതാണ്. ആ പാർട്ടിയിൽ വേറെ ആർക്കും അത് പറയാം. 20 ജനറൽ സെക്രട്ടറിമാരുണ്ട്.
3 വൈസ് ചെയർമാന്മാരുണ്ട്, മന്ത്രിയുണ്ട്. ആർക്കും പറയാനുള്ള നാവ് പൊങ്ങിയില്ല. PM മാത്യുവിനെ 9 മാസം മുമ്പ് പുറത്താക്കിയാണ്. അതിന്ന് ആദ്യമായി ചരിത്രം കേൾക്കുന്നു. യഥാർത്ഥത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയായിരിക്കും അങ്ങനെ പറയാൻ. അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിപരമായ വൈരാഗ്യം എന്നാണോ താങ്കളുടെ ഒരു ഫീൽ? അല്ല, അത് വ്യക്തിപരമല്ല. വേറെ ആർക്കും അത്രയും വലിയ ഒരു പച്ച കള്ളം പറയാൻ, എനിക്കെതിരെ പറയാൻ നാവ് പൊങ്ങില്ല. അവർക്ക് മനസാക്ഷിയുടെ കടിയുണ്ട്. അവർ പറഞ്ഞില്ല. ഓഫീസുകാരെന്ന് പറഞ്ഞാൽ ഓഫീസിലെ കാര്യം നോക്കാനാണ്. സ്റ്റീവനൊക്കെ സീനിയേഴ്സായ ജനറൽ സെക്രട്ടറിമാർ അതിനകത്തുണ്ട്. അപ്പോൾ സ്റ്റീവൻ അത് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇത് ചെയ്യിച്ചതിൻ്റെ പുറകിൽ വേറെ ആരുമല്ല, ജോസ് കെ മാണി തന്നെയാണ്. ഈ സാധാരണ പുറത്താക്കുമ്പോൾ കത്ത് എങ്ങനെയാണ് പാർട്ടിയുടെ ഒരു ഭരണഘടനയിൽ ആ നേതാവിനെ അറിയിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ രീതികൾ? ഒരാളെ ഒരു പാർട്ടിയിൽ നിന്ന് ഉന്നതാധികാര സമിതി അംഗമല്ല, അതിൻ്റെ താഴെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്, അതിൻ്റെ താഴെ സെക്രട്ടേറിയറ്റ് ഉണ്ട്, അതിൻ്റെ താഴെ എക്സിക്യൂട്ടീവ് ഉണ്ട്, അതിൻ്റെ താഴെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറെ പോലും പുറത്താക്കണമെങ്കിൽ കമ്മിറ്റി കൂടി, ഉന്നതാധികാര സമിതി കൂടി, സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അതിൻ്റെ തീരുമാനമെടുത്ത് എന്ത് അച്ചടക്കലെങ്ങനെ കാണിച്ചു എന്നറിഞ്ഞ് ആ മെമ്പർക്ക് നോട്ടീസ് കൊടുക്കണം. നോട്ടീസിന് മറുപടി മേടിക്കണം. എന്നിട്ട് അത് കൂട്ടായി ചർച്ച ചെയ്യണം. ആ ചർച്ച ഒന്നും ഇവിടെ ഒരു സ്ഥലത്ത് നടന്നിട്ടില്ല. ഞാൻ ഒരു തെറ്റ് ചെയ്യുന്ന ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ ഇന്ന് വരെ എനിക്കൊരു നോട്ടീസ് കിട്ടിയിട്ടില്ല. ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്ന രേഖകൾ മുഴുവൻ എൻ്റെ പേരോടെ കിടക്കുന്നു. കമ്മിറ്റികളിൽ ഞാൻ പങ്കെടുത്ത് ഞാൻ ഒപ്പിട്ട രേഖകളോടെ കിടക്കുന്നു. ആ രേഖകൾ ഞാനിപ്പോൾ ഒരു കേസ് കൊടുത്തിട്ട് കമ്മീഷന് കൊടുത്തിട്ട് എടുപ്പിച്ചാൽ ഇയാൾ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് വരികയില്ലേ? അപ്പം ഈ 9 മാസം എന്തിനാണ്? പാർട്ടി ചെയർമാന് KM മാണിയുടെ മകൻ ഒരാളെ പുറത്താക്കണമെങ്കിൽ നേരെ അങ്ങ് പറഞ്ഞാൽ പോരെ, ഇന്നയാളെ എഞ്ചിന് പുറത്താക്കിയ ജോസ് കെ മാണിക്ക് നട്ടില്ലേ? ചെറിയ പെരുന്നാളിന് ശേഷം ഉണർന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം. വോട്ടെടുപ്പിന് ഇനി 15 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കൂടുതൽ കേന്ദ്ര നേതാക്കൾ എത്തുന്നതോടെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ പ്രചരണം കൂടുതൽ ചൂടുപിടിക്കും. മുഖ്യമന്ത്രിയുടെ പര്യടനം ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. വിവരങ്ങളുമായി VV അരുണും MS അനീഷ് കുമാറും CV അനുമോദും ചേരും. ആദ്യം MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, പ്രത്യേകിച്ചും പാനൂരിലെ ബോംബ് നിർമ്മാണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ CPM വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലാണല്ലോ. ഇത് തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത്? ഇന്നത്തെ പ്രചരണവും എങ്ങനെയാണ്? എന്തായാലും പെരുന്നാൾ കഴിഞ്ഞതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കോഴിക്കോട്, വടകര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ഇന്ന് കളത്തിൽ വളരെ സജീവമായി ഉള്ള ദിവസമാണ്. പര്യടന പരിപാടികൾക്ക് വടകര മണ്ഡലത്തിൽ ഇന്ന് കാര്യമായില്ല. രാവിലെ KK ശൈലജ ടീച്ചർ ചില സ്വകാര്യ സന്ദർശനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് തേടുന്ന നടപടികളാണ് ചെയ്യുന്നത്. ഉച്ചതിരിഞ്ഞ് വടകര മണ്ഡലത്തിലെ കൂടുതൽ ഇടങ്ങളിൽ അവർ പര്യടനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിലും ഇന്ന് വാഹനങ്ങളിൽ പോയുള്ള പര്യടനം, അതായത് തുറന്ന വാഹനത്തിലുള്ള പര്യടനമില്ല. മറിച്ച് ഈ ഓരോ ചടങ്ങുകൾ പങ്കെടുക്കുക, വ്യത്യസ്തമായ ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് തേടുക എന്നിങ്ങനെയാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട്ടും രാവിലെ കുന്നമംഗലം മേഖലയിലാണ് MK രാഘവന്റെ പ്രചാരണം. വൈകുന്നേരം ഈ യുവാക്കളോടൊപ്പമുള്ള പ്രത്യേക നടത്തം പോലുള്ള കാര്യങ്ങളും ആലോചിക്കുന്നു. എളമരം കരീമും പരമാവധി വോട്ടർമാരെ ഇന്ന് നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ്. എന്തായാലും ഉച്ചഭാഷണങ്ങളടക്കം ഉപയോഗിച്ചുള്ള പരസ്യമായ വിളിച്ചു പറയൽ അല്ലെങ്കിൽ മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ പോലുള്ള പ്രചാരണ രീതികൾ കൂടുതലായി ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം കൂടുതൽ ആളുകളെ ഇറക്കിയുള്ള പ്രചാരണ രീതികളാവും ഇനി വരും ദിവസങ്ങളിൽ കാണുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ചും വടകര പോലുള്ള മണ്ഡലങ്ങളിൽ പെരുന്നാൾ കാലത്ത് പോലും വലിയ ആവേശം ദൃശ്യമായൊരിടമാണ്. അവിടെ എന്തായാലും കൂടുതൽ ആവേശത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകും. എന്തായാലും ഈ പാനൂർ സ്ഫോടനത്തിന്റെ തുടർചലനങ്ങൾ തന്നെയാണ് കണ്ണൂർ, വടകര, കോഴിക്കോട് പോലെയുള്ള മണ്ഡലങ്ങളിൽ ഇപ്പോഴും സജീവ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. UDF ഒരു വലിയ ആയുധമായി ഇതിനെ ഉപയോഗിക്കുകയാണ്. പോലീസ് അന്വേഷണം ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നെങ്കിലും അത് കാര്യക്ഷമമല്ല എന്ന ആക്ഷേപമാണ് UDF ക്യാമ്പിൽ നിന്നും ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് പാനൂർ സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് UDF പറയുന്നത്. എന്നാൽ മറുവശത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നാദാപുരം മുടവന്തേരിയിൽ ഒരു സ്ഫോടനം ഉണ്ടാവുകയും കുറച്ച് ആളുകൾ മരിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് പിന്നിൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ ഈ മേഖലയിലാണ് ഇത്തരം ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ ഈ സ്ഫോടനത്തിൽ ആളുകൾ മരിച്ചത്. അതിനെക്കുറിച്ച് വളരെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് വടകര പാർലമെന്റ് കമ്മിറ്റി
LDF കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നു. അങ്ങനെ പാനൂർ സ്ഫോടനത്തെ നേരത്തെ ഉണ്ടായ ഈ സ്ഫോടനത്തെ മറികടക്കാൻ കഴിയുമോ എന്നതാണ് അവർ പറയുന്നത്. കാരണം കൂടുതൽ ഇടങ്ങളിൽ ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം ഉണ്ടായപ്പോഴും അല്ലെങ്കിൽ ബോംബ് പ്രയോഗിച്ചപ്പോഴുമൊക്കെ കൂടുതൽ മരിച്ചത് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് UDFന്റെയും BJPയുടെയും അല്ലെങ്കിൽ RSSന്റെയും കേന്ദ്രങ്ങളിലാണ്. വളരെ താരതമ്യേന കുറഞ്ഞ പ്രശ്നങ്ങളാണ് തങ്ങളുടെ മേഖലകളിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴും ഈ പാനൂർ സ്ഫോടനത്തിന് പിന്നിൽ CPM ആണ് അല്ലെങ്കിൽ DYFI പ്രവർത്തകരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം പരസ്യമായി സമ്മതിക്കുന്നില്ല. സന്നദ്ധ പ്രവർത്തനത്തിനായി, അതായത് ഈ സ്ഫോടനത്തിന്റെ ഇടയിൽ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് ഇടപെട്ട ആളുകൾക്കെതിരെ പോലും പോലീസ് കേസെടുത്തു എന്ന ആരോപണമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ പോലീസ് ഇത് പാടെ തള്ളുന്ന തരത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം. എന്തായാലും ഇപ്പോഴും ഏറ്റവും ചൂടുള്ള വിഷയമായി ഈ 2-3 മണ്ഡലങ്ങളിൽ നിൽക്കുന്നത് പാനൂർ സ്ഫോടനം തന്നെയാണ്. പാർവതി. CV അനുമോദ് ഉണ്ട്. അനുമോദ്, പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലെ പ്രചരണം എങ്ങനെയാണ്? 3 മുന്നണികളും ആത്മവിശ്വാസത്തിലാണോ? നമുക്കറിയാം പെരുന്നാളിൻ്റെ ഒരു ആഘോഷം അതിന് മുൻപ് കുറച്ച് ദിവസമായിട്ട് നോമ്പിൻ്റെ ഒരു അവസാന 10 ദിവസങ്ങൾ അങ്ങനെ പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിൽ കൊണ്ടുപിടിച്ചുള്ള പ്രചാരണങ്ങൾ ഒന്ന് മന്ദഗതിയിലായ സാഹചര്യമായിരുന്നു. നാളെ മുതൽ പ്രചരണങ്ങൾ 2 മണ്ഡലത്തിലും സജീവമാകും. ഇന്ന് സ്ഥാനാർത്ഥികളൊക്കെ സ്വകാര്യ വ്യക്തികളുടെ സന്ദർശനം അല്ലെങ്കിൽ മുൻ നിശ്ചയിച്ച കൂടിക്കാഴ്ചകൾ അത്തരത്തിലുള്ള പദ്ധതികളാണ് സ്ഥാനാർത്ഥികൾക്കുള്ളത്. നാളെ മുതലാണ് വാഹന പ്രചാരണ പര്യടനങ്ങൾ 2 മണ്ഡലങ്ങളിലും പുനരാരംഭിക്കുന്നത്. മലപ്പുറത്ത് ഇതിനോടകം തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വസീഫ് വാഹന പ്രചാരണ പര്യടനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ഘട്ടം വാഹന പ്രചാരണത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തിയാക്കി. മണ്ഡലത്തിൽ ഇതിനോടകം 4 ഘട്ടങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. പൊന്നാനിയിലാണെങ്കിൽ ഹംസയും സമാനമായ രീതിയിൽ തന്നെ പ്രചാരണത്തിൽ ഏറെ മുൻപിലാണ്. കാരണം മറ്റുള്ളവരെക്കാൾ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇടതുപക്ഷത്തിന് കഴിഞ്ഞതാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണെങ്കിലും നാളെ മുതൽ കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ചുള്ള ഒരു പര്യടനം തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വകാര്യ സന്ദർശനങ്ങളുണ്ടായിരുന്നു, അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷേ വാഹന പ്രചാരണമോ അത്തരം നിശ്ചയിച്ച തരത്തിലുള്ള പ്രചരണമോ ഉണ്ടായിട്ടില്ല. അത് പെരുന്നാളിൻ്റെ ഒരു തിരക്കും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഇതിന് കാരണം. BJP സ്ഥാനാർത്ഥികളെ 2 മണ്ഡലത്തിലും പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രധാനമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ പൊന്നാനിയിലും മലപ്പുറത്തും സമസ്ത അടക്കമുള്ള സാമുദായിക സംഘടനകളിൽ നിന്നുള്ള വോട്ട് അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്നൊരു പ്രതീക്ഷയാണ് മലപ്പുറത്തും പൊന്നാനിയിലും ഇടതുപക്ഷം പങ്കുവയ്ക്കുന്നത്. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറിന് എതിരെ സമസ്തയിലെ ഒരു വിഭാഗത്തിന് അമർഷമുണ്ട്. അദ്ദേഹം തുടർച്ചയായി ഈ യുവാക്കൾക്ക് അവസരം കൊടുക്കാത്ത നിലപാടിൽ മുസ്ലിം യുവജന സംഘടനകൾക്കും അമർഷമുണ്ട്. ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗിനുള്ളിലെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന സാമുദായിക സംഘടനകളുടെ എതിർപ്പൊക്കെ ഇത്തവണ ഇടതുപക്ഷത്തെ തുണയ്ക്കുമെന്നൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. പൊന്നാനിയിലും മലപ്പുറത്തും ഇത്തരത്തിലൊരു പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് 2 മണ്ഡലത്തിലും BJP ആകട്ടെ വോട്ട് ബാങ്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു ശക്തമായ പ്രചരണത്തിലാണുള്ളത്. എന്താണെങ്കിലും നാളെ മുതലാണ് ഈ 2 മണ്ഡലങ്ങളിലും ഷെഡ്യൂൾ പ്രകാരമുള്ള വാഹന പ്രചരണ പര്യടനമടക്കം ആരംഭിക്കുക. വടക്കൻ കേരളത്തിലും പ്രചരണം പൊടിപൊടിക്കുകയാണ്. ഇപ്പോൾ ആറ്റിങ്ങലിൽ നിന്ന് വി അരുൺ ചേരും. അരുൺ, ശക്തമായ മത്സരം നടക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയും പര്യടനത്തിലെത്തുന്നു. എത്രത്തോളം ആവേശം ഉണ്ട്? ആറ്റിങ്ങലിലാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പര്യടനം നടക്കുക. ആറ്റിങ്ങലിൽ 3 യോഗങ്ങൾ രാവിലെ 10:30 വർക്കലയിലും അതുപോലെ ഉച്ചയ്ക്ക് ശേഷം കാട്ടാക്കടയിലും കന്യാകുളങ്ങരയിലും മുഖ്യമന്ത്രി ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി വി ജോയിയുടെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കും. ആറ്റിങ്ങലിൽ ജോയിയുടെ അതുപോലെ തന്നെ മറ്റേ സ്ഥാനാർത്ഥികളുടെ BJP സ്ഥാനാർത്ഥി വി മുരളീധരന്റെയും UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെയും ഒക്കെ വാഹന പര്യടന യാത്രയും പുരോഗമിക്കുകയാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. അതുകൊണ്ട് തന്നെ അതിശക്തമാണ് ഓരോ ദിവസത്തെയും പ്രചരണം. ഓരോ പുതിയ പ്രചരണ വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇന്നലെ BJP സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടന്നുവെന്ന പരാതി BJP നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. 3 യുവാക്കൾ അദ്ദേഹത്തിന്റെ വാഹനം പ്രചരണം കടന്നുപോകുമ്പോൾ അതിന് മുന്നിൽ കയറി തെറിയഭിഷേകം നടത്തുന്ന
ദൃശ്യങ്ങളും പുറത്തു വന്നു. CPM പ്രവർത്തകരാണ് ഈ അക്രമത്തിൽ വിടുന്ന ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. ആ വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളും പോലീസ് നടപടിയുമൊക്കെ ഇന്ന് ഉണ്ടാകും. ഏതായാലും ആറ്റിങ്ങലിൽ അതിശക്തമായ ത്രികോണ പോരാട്ടം. മറ്റൊരു മണ്ഡലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് നമുക്കറിയാം ഓരോ ദിവസവും പോരാട്ടം കൂടുതൽ കടുക്കുകയാണ്. ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തിരുവനന്തപുരത്തെ കാര്യങ്ങൾ ഓരോ ദിവസവും മാറുന്നു. സിറ്റിംഗ് MP ശശി തരൂർ, അതുപോലെ തന്നെ BJPയുടെ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, CPMന്റെ മുതിർന്ന നേതാവ് CPIയുടെ മുതിർന്ന നേതാവ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ, മൂന്നുപേരും തമ്മിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ സ്വത്ത് സംബന്ധിച്ച വിവാദമുണ്ട്. അതിൽ ആരോപണം ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കുന്നു. യഥാർത്ഥ സ്വത്ത് വിവരം വെളിപ്പെടുത്തിയതാണ് പരാതി. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ സമർപ്പിച്ച പത്രികയിൽ നോമിനേഷൻ ഫോർ രാജ്യസഭ എന്ന തെറ്റായ മാർക്ക് ചെയ്തതിനെയും ലോക്സഭയ്ക്ക് രാജ്യസഭ മാർക്ക് ചെയ്തതിനെയും ഇടതു വലതു മുന്നണികൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ശശി തരൂരിനെതിരെ നിയമ നടപടിയുമായി രാജീവ് ചന്ദ്രശേഖർ നീങ്ങുന്നുണ്ട്. അതായത് സാമുദായിക സംഘടനകളുടെ യോഗം വിളിച്ച് പണം നൽകിയെന്ന പരാതിയിൽ വക്കീൽ നോട്ടീസ് അയക്കുകയും കൂടുതൽ ശക്തമായ നിയമ നടപടിക്ക് പോകുമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഏതായാലും രണ്ട് മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്തെ രണ്ട് മണ്ഡലങ്ങളിലും അതിശക്തമായ ത്രികോണ പോരാട്ടം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ശരി, ശക്തമായ പോരാട്ടമാണ് മുന്നണികൾ കാഴ്ചവെക്കുന്നത്. പ്രചരണ പരിപാടികളും സജീവമാണ്. ഒപ്പം തിരുവനന്തപുരത്തേക്ക് പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തിരുവനന്തപുരത്തേക്ക് 15-ാം തീയതിയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രിയുടെ പൊതുയോഗം നടക്കുക. വി വിനോദ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകും. വിനോദ്, BJP A ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്ന തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് BJP പ്രവർത്തകരെ എത്രത്തോളം ആവേശത്തിലാക്കും? പാർവതി, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് കാട്ടാക്കട നിയോജക മണ്ഡലം. അതേസമയം തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. മാത്രവുമല്ല, വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് നാടാർ വോട്ടുകൾ വലിയ തോതിൽ ശേഖരിക്കുക. അത് കാലങ്ങളായി പരമ്പരാഗതമായി UDFനെ പിന്തുണച്ചിരുന്ന അല്ലെങ്കിൽ LDF പകുത്തെടുത്തിരുന്ന ആ വോട്ടുകൾ അത് സമാഹരിക്കുക. സാധാരണ നിലയിൽ നഗരപ്രദേശങ്ങളിലാണ് പ്രധാനമന്ത്രി വരുമ്പോൾ പൊതുസമ്മേളനങ്ങൾ നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം നഗരത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി. പക്ഷേ ഇപ്പോഴത്തെ വേദി വളരെ പ്രധാനപ്പെട്ടതാണ്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ പ്രവർത്തകർക്കൊപ്പം തന്നെ നെയ്യാറ്റിൻകര, പാറശാല, കോവളം ഈ മണ്ഡലങ്ങളിലെ പ്രവർത്തകരെ കൂടി കാട്ടാക്കടയിലെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. അതായത് ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങൾക്ക് ഒരുപോലെ വലിയ ആവേശം നൽകുന്ന രീതിയിൽ പ്രവർത്തകരെ തെരഞ്ഞെടുപ്പിന്റെ അതിന്റെ മൂർധന്യത്തിലെത്തുമ്പോൾ അവരെ വലിയ ആവേശഭരിതരാക്കുന്ന രണ്ട് മണ്ഡലങ്ങളിലും ഒരേപോലെ പ്രവർത്തനം നടക്കുന്ന രീതിയിൽ മാറ്റിക്കൊണ്ടുള്ള ഒരു വരവാണ് പ്രധാനമന്ത്രിയുടേത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൂറൽ മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ പ്രധാനമായ കാലങ്ങളായി ഈ UDFനെയോ LDFനെയോ പിന്തുണച്ചിരുന്നത്. പ്രത്യേകിച്ച് ശശി തരൂർ 2014 വിജയിക്കുന്നത് 3 മണ്ഡലങ്ങളിലെ വലിയ അതുതന്നെ പാറശാല, നെയ്യാറ്റിൻകര, കോവളം ഈ 3 മണ്ഡലങ്ങളിൽ പരമ്പരാഗതമായി UDFന് വലിയ മേൽക്കൈ ഉണ്ടാക്കുന്നതാണ്. തീരദേശത്ത് വലിയ തോതിൽ BJPയുടെ പ്രചരണം നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കാണ് ഈ നാടാർ വോട്ടുകൾ കൂടി ലക്ഷ്യം വെച്ചുള്ള BJPയുടെ നീക്കം. പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തന്നെ, സാമുദായിക നേതാക്കളെ ഇതിനകം തന്നെ BJP നേതാക്കൾ കാണുകയും അവരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടപ്പാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്രിസ്ത്യൻ കോളേജിൽ, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്. അവിടെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ അദ്ദേഹം ഹെലികോപ്റ്ററിൽ എത്തും. അതിനുശേഷം റോഡ് മാർഗം ക്രിസ്ത്യൻ കോളേജിലെ പരിപാടിയിൽ 15 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഒരുപക്ഷെ റോഡ് ഷോ ഉണ്ടാകും. അതിന്റെ കാര്യത്തിൽ അന്തിമമായ തീരുമാനം ഉണ്ടായിട്ടില്ല. ഏതായിരുന്നാലും ഈ വർഷം 6ാമത് തവണയാണ് കേരളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. BJP എത്രമാത്രം പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിന് കൽപ്പിക്കുന്നു, കേരളത്തിൽ എത്രമാത്രം ശ്രദ്ധയൂന്നുന്നു എന്നതിന്റെ തെളിവ് കൂടിയായി മാറുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മാത്രം തവണയാണ് പ്രധാനമന്ത്രിയുടെ വരവ്. ഏതായിരുന്നാലും വീണ്ടും ഒരിക്കൽ കൂടി തലസ്ഥാന ജില്ലയിലേക്ക് എത്തുന്നു. അത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് കാട്ടാക്കടയെങ്കിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ഒരുപോലെ പങ്കിടുന്ന അവരുടെ പ്രദേശങ്ങൾ, അത് ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. അവിടേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. റൂറൽ മേഖലയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി കാണേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നഗര കേന്ദ്രീകൃതം എന്നതിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങൾ താമസിക്കുന്ന മലയോര മേഖലയിലേക്ക്, കർഷകർ ഉള്ള പ്രദേശത്തേക്ക് ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൂടി പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് BJPയുടെ ഭാഗത്ത് നീക്കമായി മാറുന്നു. പാർവതി. വിനോദ്, അതുപോലെ ഈ ഏപ്രിൽ 15 തന്നെയാണ് തൃശൂർ അടക്കമുള്ള ഇടങ്ങളിൽ പ്രധാനമന്ത്രി എത്തുന്നത്. പ്രത്യേകിച്ചും
BJP വിജയപ്രതീക്ഷ കണക്കാക്കുന്ന 3 മണ്ഡലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ, തിരുവനന്തപുരം, തൃശൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് എങ്ങനെ വേണം കാണാൻ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ കാര്യത്തിലാണ് നമുക്കിപ്പോൾ ഒരു ഔദ്യോഗികമായ ഒരു ഉറപ്പ്. മറ്റ് മണ്ഡലങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിരുന്നു. തൃശ്ശൂരിന് പുറമെ പൊന്നാനി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുടെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നതാണ്. അത് ഇനിയും PMO ഓഫീസിൽ നിന്ന് അതിന്റെ ഒരു സ്ഥിരീകരണം വരണം. മാത്രവുമല്ല, അമിത്ഷാ നേരത്തെ നെയ്യാറ്റിൻകരയിൽ തെരഞ്ഞെടുപ്പ് റാലി അദ്ദേഹം പങ്കെടുക്കുമെന്ന കാര്യം അറിയിച്ചിരുന്നതാണ് തക്കലയിലും. പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ മറ്റിടങ്ങളിലെ തിരക്കുകൾ കാരണം അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണ്ഡലങ്ങൾ അവിടെ എത്തുന്ന തീയതികളിൽ അതെല്ലാം തന്നെ ഇനി കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഏറ്റവും ഒടുവിൽ നമുക്ക് സ്ഥിരീകരണം ലഭിച്ചിട്ടുള്ളത് ഒരിക്കൽ കൂടി ഈ ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങൾ അവിടേക്കുള്ള പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി പ്രധാനമന്ത്രി എത്തുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടുന്ന പ്രദേശം കാട്ടാക്കട. എന്നാൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ്. തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളുണ്ട്. പാറശാലയും നെയ്യാറ്റിൻകരയും നേമവും ഒക്കെയും അടുത്തുള്ള മണ്ഡലങ്ങളാണ്. പക്ഷേ ഈ പരിപാടിയിലേക്ക് തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രവർത്തകർ, പ്രത്യേകിച്ച് പാറശാല, നെയ്യാറ്റിൻകര, കോവളം, ഈ 3 മണ്ഡലങ്ങൾ, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങൾ, ഇതിനു പുറമെ നേമം മണ്ഡലം ഉൾപ്പെടെയുള്ള ഭാഗത്ത് നിന്ന്, വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്നും പ്രവർത്തകർ പങ്കെടുക്കും. വലിയ തോതിൽ പ്രവർത്തകർ എത്തിക്കുക, ഇതിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകുക എന്ന ഒരു നീക്കം, അത് തന്നെയാണ് BJP നേതാക്കൾ പറയുന്നത്. പ്രധാനമന്ത്രിയോ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളോ അടക്കമുള്ളവർ പലപ്പോഴും പല ജില്ലകളിലും എത്തുമ്പോൾ നഗരത്തിലെ ഏതെങ്കിലും സ്റ്റേഡിയങ്ങളിൽ അവർ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നു. ആ നിലയ്ക്ക് അതിനപ്പുറത്തേക്ക് റൂറൽ മേഖലയിൽ ഇപ്പോൾ തന്നെ തിരുവനന്തപുരം റൂറൽ പോലീസിന്റെ മുന്നൊരുക്കങ്ങളാണ് ഈ 15-ാം തീയതിത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. റൂറൽ SP കിരൺ നാരായണന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങൾ അവർക്ക് അന്യമല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തങ്ങളുടെ നാട്ടിലേക്ക് എത്തുന്നു, അങ്ങനെ ഒരു പ്രതീതിയും അവരുടെ വിശ്വാസവും നേടിയെടുക്കുക, ആ ഒരു നീക്കം തന്നെയാണ് BJP നടത്തുന്നത്. മാത്രവുമല്ല, ഈ മണ്ഡലങ്ങൾ പാറശാല, നെയ്യാറ്റിൻകര, കോവളം പോലുള്ള മണ്ഡലങ്ങളിൽ നിന്ന് വലിയ തോതിൽ വോട്ട് സമാഹരിക്കാനുള്ള നീക്കം BJP നടത്തുന്നുണ്ട്. അതിന്റെ കൂടി ഭാഗമായാണ് പ്രധാനമന്ത്രിയുടെ വരവെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്. നാടാർ വോട്ടുകൾ വലിയ തോതിൽ ഉള്ള മണ്ഡലങ്ങളാണ്. ആ ഒരു മേഖലയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു. അവരുടെ നേതാക്കളുമായി വേദി പങ്കിടുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ, ക്രിസ്ത്യൻ കോളേജിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് നൽകുന്ന ഒരു പ്രവർത്തകർക്ക് നൽകുന്ന ആവേശമുണ്ട്, സന്ദേശമുണ്ട്. ആ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പാർവതി, ശരി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തും. 15-ാം തീയതി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് പൊതുയോഗം നടക്കുക. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ V മുരളീധരന്റെ വാഹന പര്യടനത്തിന് നേരെ അസഭ്യവർഷം. ബൈക്കിലെത്തിയ 3-അംഗ സംഘമാണ് അസഭ്യവർഷം നടത്തിയത്. സംഭവത്തിന് നേതൃത്വം നൽകിയത് CPM പഞ്ചായത്ത് മുൻ അംഗത്തിന്റെ മകനെന്നാണ് വിവരം. പോലീസ് എത്തുന്നതുവരെ V മുരളീധരൻ പര്യടനം നിർത്തിവച്ചു. തുടർന്ന് പോലീസ് അകമ്പടിയിലാണ് പ്രചരണം തുടർന്നത്. പാലക്കാട് മണ്ഡലത്തിൽ പ്രചാരണം കൂടുതൽ ശക്തമാക്കി LDF. പാലക്കാട് ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ ഇത്തവണ അനുകൂലമാണെന്ന് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ ന്യൂസ് 18നോട് പറഞ്ഞു. പാലക്കാട് AKGയും EK നായനാറും പ്രതിനിധീകരിച്ച മണ്ഡലം. 2019 ഒഴിച്ചു നിർത്തിയാൽ തുടർച്ചയായി 6 തവണ ഇടതുമുന്നണി വിജയിച്ച മണ്ഡലം. ഇക്കുറി അത് തിരിച്ചുപിടിക്കാനായി സംസ്ഥാനത്തെ തലമുതിർന്ന CPM നേതാവിനെ തന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത്. മുൻ പാലക്കാട് MP കൂടിയായ A. വിജയരാഘവൻ, എന്തുകൊണ്ട് താങ്കൾക്ക് പാലക്കാട് ജനങ്ങൾ വോട്ട് ചെയ്യണം? ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇടതുപക്ഷം ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും വഹിക്കുന്ന ഗുണപരമായ ഇടപെടലുണ്ട്. ആ ഗുണപരമായ ഇടപെടൽ നമ്മുടെ സമൂഹത്തിലെ സാധാരണ മനുഷ്യരുടെ താല്പര്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള രാഷ്ട്രീയ ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും സാധാരണ മനുഷ്യന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇടതുപക്ഷം ശക്തിപ്പെടുക എന്നത് അതിപ്രധാനമാണ്. വിശേഷിച്ചും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ബഹുസ്വരതയ്ക്കും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സാമൂഹ്യ തുല്യതയ്ക്കും ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചിട്ടിരിക്കുന്ന ഒരു കാലമാണിത്. അവിടെ പാവങ്ങൾ കൂടുതൽ ദരിദ്രരാകുന്നു എന്ന സാഹചര്യം നിലനിൽക്കുന്നു.
മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഘടകങ്ങൾ തീവ്രവർഗീയത ഉൾപ്പെടെ ശക്തിപ്പെടാൻ ശ്രമിക്കുന്നു. അത്തരമൊരു സന്ദർഭത്തിൽ മതനിരപേക്ഷതയും അതോടൊപ്പം മാനുഷികമായ ജീവിത യാഥാർത്ഥ്യങ്ങളും പ്രശ്നങ്ങളും ഉൾക്കൊള്ളുന്ന അത് പരിഹരിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തിന് വലിയ ചുമതല. കേന്ദ്രത്തിൽ BJP സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യത്തിലാണ് കേരളത്തിലെ രണ്ട് മുന്നണികളും നിൽക്കുന്നത്. ദേശീയ തലത്തിൽ അതുകൊണ്ട് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് കോൺഗ്രസിനാണ് എന്നുള്ള വാദമാണ് UDFും കോൺഗ്രസും ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് മറിച്ച് വേണം എന്ന് പറയുന്നത്? ദേശീയ തലത്തിൽ രൂപപ്പെടുന്ന ഒരു BJP ഇതര രാഷ്ട്രീയ ഘടന, ആ രാഷ്ട്രീയ ഘടനയിൽ കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ്. അവിടെ അത്തരമൊരു രാഷ്ട്രീയ ഘടനയുടെ ഉറപ്പിൽ ഏറ്റവും പ്രധാനം വ്യക്തതയുള്ള രാഷ്ട്രീയ നിലപാടുള്ള പ്രസ്ഥാനങ്ങൾ അതിൽ പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം BJPയെ ദേശീയ രാഷ്ട്രീയ ഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നതിനെ തടയാൻ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയത് ഇടതുപക്ഷത്തിന്റെ സ്വാധീനമാണ്. ഇടതുപക്ഷത്തിന് നിർണായകമായ സ്വാധീനമുള്ള ഘട്ടത്തിൽ മറ്റെല്ലാ മതനിരപേക്ഷ പാർട്ടികളെയും BJPക്കെതിരായി ഒന്നിപ്പിക്കാൻ സാധിക്കേണ്ട അതിന്റെ ഭാഗമായിട്ട് 1989 മുതലുള്ള രാഷ്ട്രീയ ഘടനയിൽ ആ ഒരു ശ്രമം കാണാൻ കഴിയും. BJPക്ക് അധികാരത്തിൽ എത്താതിരിക്കാനുള്ള ഒരു പരിശ്രമം. അപ്പോൾ ഇടതുപക്ഷം നിർണായകമായ എണ്ണം പാർലമെന്റിലുണ്ടായപ്പോൾ ആ ശ്രമത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയണ്ടായി. ആ ഒരു റോളല്ല കോൺഗ്രസ് വഹിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വസ്തത ആ കാര്യത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ചാഞ്ചാട്ടമുള്ള രാഷ്ട്രീയമാണ്. കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിൽ സംഘപരിവാറുമായിട്ടും BJPയായിട്ടൊക്കെ വളരെ അടുപ്പം പ്രകടിപ്പിക്കുന്നവരും ഒരേ ആ സ്വരത്തിൽ സംസാരിക്കുന്നവരും. ഈ രാഷ്ട്രീയം പറയുമ്പോൾ പ്രധാനമായും UDF ഉന്നയിക്കുന്ന ആരോപണം VP സിംഗ് സർക്കാരിനെ BJPയുമായി ചേർന്നാണ് പുറത്തുനിന്ന് പിന്തുണച്ച് കോൺഗ്രസ് സർക്കാരിനെ ഒഴിവാക്കാൻ ശ്രമിച്ചത്. ഒന്നാം UPA സർക്കാരിനെ സഹായിച്ചെങ്കിൽ ആ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി പരിശ്രമിച്ചതും ഇതേ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് അവരെ വിശ്വസിക്കുക എന്നുള്ള ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. VP സിംഗ് ഗവൺമെന്റിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടായി. ഞങ്ങൾ അതിലൊരു കണ്ടീഷനാണ് വെച്ചിരുന്നത്. ഞങ്ങളെ കണ്ടീഷണൽ സപ്പോർട്ട് BJPക്ക് മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു. ആ ഒരു കണ്ടീഷനിലാണ് ഞങ്ങൾ VP സിംഗിനെ പിന്തുണച്ചത്. VP സിംഗ് BJPക്കും ഞങ്ങൾക്കും മന്ത്രിസ്ഥാനം തരാൻ തയ്യാറായി. ഞങ്ങൾ വെച്ച നിബന്ധന BJPക്ക് മന്ത്രിസ്ഥാനം കൊടുക്കരുത്, ഞങ്ങൾ മന്ത്രിസഭയിൽ പങ്കെടുക്കുന്നില്ല. അവിടെ ഒരു റോള് വയ്ക്കുന്നുള്ളൂ, അതൊരു പോസിറ്റീവ് റോളാണ്. അതല്ല ആ മന്ത്രിസഭയെ താഴെയിറക്കാൻ BJPയുടെ ഒപ്പം ഒരുമിച്ച് കൈകോർത്ത് മനോഹരമായി വോട്ട് ചെയ്ത പാർട്ടിയാണ് ആര്? കോൺഗ്രസ്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അത് മറക്കരുത്, അതുകൂടി കൂട്ടി ചോദിക്കണം. ഏത്? നമ്മളവരെ പിന്തുണച്ചു എന്ന ചോദ്യത്തോടൊപ്പം കോൺഗ്രസും BJPയും കൈകോർത്ത് പിടിച്ചത് മറന്നിട്ടില്ലല്ലോ എന്നും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ചോദ്യത്തിന്റെ ഒരു പൂർണ്ണത ഉണ്ട്. പക്ഷേ ചോദ്യം തെറ്റില്ല. കൊടും ചൂടിനൊപ്പം പാലക്കാടും പ്രചരണ ചൂടിലാണ്. വിജയം ആവർത്തിക്കുമെന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരായ വിധിയെഴുത്ത് കൂടിയാകും പാലക്കാടുണ്ടാവുക. ഇത്തവണ ഭൂരിപക്ഷം ഉയരുമെന്നും VK ശ്രീകണ്ഠൻ ന്യൂസ് 18നോട് പറഞ്ഞു. 6 തവണ തുടർച്ചയായി ഇടതുമുന്നണി ജയിച്ച മണ്ഡലമാണ് കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠൻ UDFിന് വേണ്ടി തിരികെ പിടിച്ചത്. ശ്രീ VK ശ്രീകണ്ഠനാണ് UDFിന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. എന്തുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങൾ വീണ്ടും താങ്കളെ ജയിപ്പിക്കണം? നമസ്കാരം. ജനങ്ങളോട് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് അവർ പറയും. ഇന്നിപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വലിയ ജനവികാരം ഉണ്ട്. സത്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ രാജ്യം മുഴുവൻ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളം അതിന് വലിയ മാതൃകയാണ്. ഇപ്പോൾ ഒരു വർഗീയ ഫാസിസ്റ്റ് സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ, BJP സർക്കാർ എന്ന് വലിയ തോതിലുള്ള ആക്ഷേപമുണ്ട്. അനുഭവമാണ് ജനങ്ങളുടെ. ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കണം. കോൺഗ്രസ് അതാണ് മുദ്രാവാക്യം മുഴക്കുന്നത്. മാത്രമല്ല രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണെന്നാണ്. അത് ഏകദേശം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു. പ്രത്യേകിച്ച് മതേതര നിലപാടുള്ള പാലക്കാട്ടെ ജനങ്ങൾ അംഗീകരിച്ചു. അതുകൊണ്ട് ഞാൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും. പ്രധാനമായും BJP വിരുദ്ധ പോരാട്ടത്തിൽ കോൺഗ്രസിനേക്കാൾ ശക്തമായ നിലപാടെടുക്കുന്നത് ഇടതുമുന്നണിയാണെന്നും കേരള സർക്കാരാണെന്നും ഇടതുമുന്നണിയും കേരള സർക്കാരും ആവർത്തിച്ച് പറയുന്നുണ്ട്. CA നിലപാടടക്കം കോൺഗ്രസിന്റെ പ്രകടനപത്രത്തിലടക്കം CA എന്ന് നേരിട്ട് പറയാൻ പോലും തയ്യാറാവുന്നില്ല. അത്രത്തോളം മൃദു സമീപനമാണ് സ്വീകരിക്കുന്നുള്ള ആരോപണം അത് എല്ലാ മണ്ഡലങ്ങളും ശക്തമായി ഉന്നയിക്കുന്നു. സ്വാഭാവികമായി ഇവിടെയുമുണ്ട്. എന്താണ് മറുപടി? ഇതെല്ലാം പ്രസംഗിക്കാനും പ്രചരണത്തിനും കൊള്ളാം. CPMന്റെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ 543 സീറ്റിൽ മത്സരം നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സീറ്റിൽ CPM BJP മത്സരം ഉണ്ടോ? തെളിയിച്ചാൽ ഞാൻ പിൻവലിക്കാം.
ഏതെങ്കിലും ഒരു സീറ്റിൽ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ BJP CPM നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ടോ? എന്ത് പോരാട്ടമാണ് ഇവർ നടത്താനിരിക്കുന്നത്? റോഡിൽ കൂടെയുള്ള ബഹളം നടത്തി വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം BJPയെ സഹായിക്കാൻ. കാരണം കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJPയുടെ മുദ്രാവാക്യം. അതുപോലത്തെ ഒരു മുദ്രാവാക്യം മുഴക്കാതെ മുഴക്കുന്ന ഒരു പാർട്ടിയാണ് CPM. ഇവർ തമ്മിലുള്ള ബാന്ധവമാണ് ഇതിൻ്റെ പിന്നിൽ. ഇന്ത്യയിൽ ഒരു ചുക്കും CPMന് രാഷ്ട്രീയത്തിൽ ചെയ്യാൻ കഴിയില്ല. ദേശീയ പാർട്ടിയുടെ അംഗീകാരം പോകാതിരിക്കാൻ ഈനാമ്പേച്ചി മരപ്പെട്ടിയും ചിഹ്നമായിട്ട് കിട്ടാതിരിക്കാൻ വോട്ട് ചെയ്യണമെന്നാണ് AK ബാലൻ പറഞ്ഞത്. അല്ലാതെ ഒരു CAA അല്ല, ഒരു ഭരണഘടന നിലനിർത്താനല്ല, ഈ രാജ്യം നിലനിർത്താനല്ല. കോൺഗ്രസ് പറയുന്നത് രാജ്യം നിലനിൽക്കണം, ഇന്ത്യയിൽ മതേതരത്വം വേണം. ആരാ CAAക്കെതിരെ നിലപാടെടുത്തത്? ഇന്ത്യൻ പാർലമെന്റിലെ കണക്കുകൾ നോക്കണം, വിവരങ്ങൾ നോക്കണം. മുഖ്യമന്ത്രി പ്രസംഗിച്ച അതിനെല്ലാം ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ ചാനലുകാർ? അങ്ങനെ പറ്റുമോ? ലോക്സഭയുടെ നടപടിക്രമങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ CAAക്കെതിരായിട്ട് വോട്ട് ചെയ്ത ആളുകളാണ്. ഞങ്ങളെ പാർലമെന്റിൽ നിന്ന് പ്രതിഷേധിച്ച് പുറത്താക്കിയ ആൾക്കാരാണ്. ഞങ്ങൾ രാഷ്ട്രപതി ഭവൻ മാർച്ച് നടത്തിയപ്പോൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ആൾക്കാരാണ്. അതൊക്കെ നിഷേധിക്കാൻ കഴിയുമോ ഒരു രാജ്യത്ത്? അങ്ങനെയാണോ? പഴയ കാലമാണോ? ഇപ്പം നിങ്ങളുടെ ഹൈടെക് സംവിധാനം, ഇന്റർനെറ്റ് ഫെസിലിറ്റി, വെബ്സൈറ്റ്, ലോക്സഭയുടെ രേഖകൾ പരിശോധിക്കണം. മുഖ്യമന്ത്രിയായിട്ട് ഞാൻ നേരിട്ട് ഒരു സംവാദത്തിന് തയ്യാറാണ്. ഒന്ന് ക്ഷണിച്ചു തരുമോ ഒരു 5 മിനിറ്റ്? അതുപോലെ ഇപ്പം തന്നെ കേരളത്തിനെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള ആക്ഷേപം കേന്ദ്ര സർക്കാർ, അതിനെതിരെ കേരളം വലിയ സമരത്തിലും നിയമ പോരാട്ടത്തിലും ഒക്കെ നിൽക്കുന്നു. അപ്പോഴും പ്രധാനമായ ആരോപണം ഉന്നയിക്കുന്നത് കേരളത്തിന്റെ വിഷയം വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ MPമാർ ആ സംസ്ഥാനത്തിന്റെ വിഷയത്തിൽ രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചു നിൽക്കാറുണ്ട്. അത്തരം ഒരു ഒന്നിച്ച സമരത്തിന് കേരളത്തിലെ ഈ 19 UDF MPമാരുണ്ടായിട്ടും തയ്യാറായില്ല എന്നൊരു ആക്ഷേപം സജീവമായി വരുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ അതിപ്രസരം വികസന കാര്യത്തിൽ നടക്കുന്നത് കേരളത്തിലാണ്. അതിൻ്റെ കാരണം എന്തറിയോ? ഒരു ഭാഗത്ത് CPM ആണ്. വികസന വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് CPMമാർ. ഞങ്ങളെ ഒരു വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ 20 സീറ്റിൽ 19 സീറ്റ് UDF ജയിച്ചു. ഒരു പ്രാവശ്യമാണ് ഫിസിക്കൽ മീറ്റിംഗ് MPമാരുടെ മുഖ്യമന്ത്രി വിളിച്ചത്. ആ മീറ്റിംഗിൽ പോലും ഞങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും ആവശ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താത്ത ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ. ഞങ്ങൾ കേരളത്തിന് വേണ്ടിയല്ലാതെ ഒറീസയ്ക്കും ബംഗാളിനും ആസാമിനും വേണ്ടിയാണോ വികസന കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്? Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. ഇടവേള. പത്തനംതിട്ടയിൽ വൃദ്ധ ദമ്പതികളെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മല്ലപ്പള്ളി പാടിമൺ സ്വദേശികളായ വർഗീസ്, ഭാര്യ അന്നമ്മ വർഗീസ് എന്നിവരാണ് മരിച്ചത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണോ മരണം എന്നാണ് സംശയം. ശശിനാരായണനുണ്ട്. ശശി, എന്താണ് സംഭവിച്ചത്? പാർവതി, ഇന്ന് പുലർച്ചെയാണ് പട്ടണം മല്ലപ്പള്ളിയിൽ വൃദ്ധ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീ പടർന്നാണ് മരിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനം. അതോ ഇനി ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഫോറൻസിക് വിദഗ്ധർ വന്നതിന് ശേഷമായിരിക്കും അതിനെക്കുറിച്ച് കൃത്യമായൊരു വിവരം ഉണ്ടായുള്ളൂ. എന്തായാലും മല്ലപ്പള്ളി സ്വദേശികളായ വർഗീസ്, അന്നമ്മ വർഗീസ് എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചയോട് കൂടിയായിരുന്നു രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഒരാള് അടുക്കളയിലും ഒരാളുടെ മൃതദേഹം ബാത്റൂമിന് സമീപമാണ് കണ്ടെത്തിയത്. എന്തായാലും രാവിലെ ഇവര് പുറത്തിറങ്ങാതിരുന്ന സാഹചര്യത്തിൽ ഇവരുടെ സഹോദരൻ, വർഗീസിന്റെ സഹോദരൻ തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരനാണ് ആദ്യം വീട്ടിലെത്തുകയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് ആത്മഹത്യയാണോ എന്നുള്ള കാര്യം കൂടി പോലീസ്, അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവമാണോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധരും പോലീസും സ്ഥലത്തിന്റെ പരിശോധന തുടരുകയാണ്. അതിനുശേഷമായിരിക്കും മരണകാരണം എന്താണെന്നുള്ള കാര്യം കൃത്യമായി അറിയുള്ളൂ. 3 മക്കളാണ് ഈ മരിച്ച ദമ്പതിക്കുള്ളത്. ഒരു മകൻ വിദേശത്താണ്, 2 പെൺമക്കളുമാണ്. കുടുംബതർക്കവും മറ്റു കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ ഉള്ള കാര്യം, ഇനി ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മരണമാണോ എന്ന കാര്യത്തെ കുറിച്ച് കൃത്യമായി വ്യക്തമല്ല. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുമ്പോൾ മാത്രമേ കൃത്യമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ. പാർവതി, ശരി. മല്ലപ്പള്ളിയിൽ വൃദ്ധ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വിവരങ്ങൾ നൽകിയത് ശശിനാരായൺ. ഇന്നലെ അന്തരിച്ച ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലന്റെ സംസ്കാരം ഇന്നും.
വൈകിട്ട് 5-ന് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. രാവിലെ വഴുതക്കാടുള്ള വസതിയിൽ മൃതദേഹം എത്തിക്കും. ഉച്ചയ്ക്ക് 2:30 മുതൽ 4:30 വരെ അയ്യങ്കാളി ഹാളിൽ പൊതുദർശനം നടക്കും. തുടർന്നാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചത്. 65 വയസ്സായിരുന്നു. മലയാളത്തിലെ ഒട്ടേറെ ക്ലാസിക് സിനിമകളുടെ നിർമ്മാതാവായിരുന്നു അദ്ദേഹം. ഉത്തരേന്ത്യയിൽ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷം. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. ഡൽഹി ജുമാ മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. കേരളം, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ഇന്നലെയായിരുന്നു പെരുന്നാൾ ആഘോഷം. മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ രാജിയോടെയുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ തിരക്കിട്ട നീക്കങ്ങളുമായി ആം ആദ്മി പാർട്ടി. രാജ്കുമാർ ആനന്ദ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ആർക്കെന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും. അതിനിടെ കെജ്രിവാളിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വൈഭവ് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് ഡയറക്ടറേറ്റ് ഓഫ് വിജിലൻസ് നീക്കിയിരുന്നു. ER രാകേഷ് ചേരും വിവരങ്ങളുമായി. മന്ത്രിയുടെ രാജി ഏത് തരത്തിലാണ് ബാധിച്ചിരിക്കുന്നത്? തുടർ നീക്കങ്ങൾ എന്താണ് ആം ആദ്മി പാർട്ടിയുടേത്? കഴിഞ്ഞ ദിവസമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വന്നതും ഹൈക്കോടതി അത് തള്ളുകയും ചെയ്തു. മാത്രമല്ല, ചില പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് EDയുടെ വാദങ്ങൾ ശരിവെക്കുന്ന തരത്തിലായിരുന്നു കോടതിയുടെ പരാമർശം. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രാജ്കുമാർ ആനന്ദിൻ്റെ രാജി ഉണ്ടായിരിക്കുന്നത്. അതായത് പട്ടികജാതി പട്ടികവർഗ വകുപ്പ്, ഒപ്പം തന്നെ തൊഴിൽ വകുപ്പ് തുടങ്ങി 7 വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് രാജ്കുമാർ ആനന്ദ്. മാത്രവുമല്ല, ED നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു രാജ്കുമാർ ആനന്ദിൻ്റെ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്കുമാർ ആനന്ദ് ഇന്നലെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് നിന്ന് തന്നെ രാജിവെക്കുന്നു എന്ന് വ്യക്തമാക്കിയത്. അതായത് അഴിമതിക്കെതിരായ പോരാട്ടം എന്ന പേരിലാണ് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചതെങ്കിൽ ഇപ്പോൾ അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി എന്ന വിമർശനമാണ് രാജ്കുമാർ ആനന്ദിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ആം ആദ്മി പാർട്ടി അവഗണിക്കുന്നു എന്ന ആരോപണം കൂടി രാജ്കുമാർ ആനന്ദ് ഉന്നയിക്കുകയും ചെയ്തു. ഏതായാലും ഇതിനെ ആം ആദ്മി പാർട്ടി കാണുന്നത് BJP ആണ് ഇതിന് പിന്നിലെന്ന വാദം ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നാളെ നോട്ടീസ് നൽകിയിട്ടുണ്ട് രാജ്കുമാർ ആനന്ദിനെ. അപ്പോൾ ഈ രാജിവെച്ച സാഹചര്യത്തിൽ രാജ്കുമാർ ആനന്ദിനെ നാളെ ചോദ്യം ചെയ്യുമോ എന്ന് കണ്ടറിയാം എന്നാണ് പ്രതികരണമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ആം ആദ്മി പാർട്ടി നീക്കം ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ വകുപ്പുകൾ മറ്റു മന്ത്രിമാർക്ക് നൽകേണ്ടി വരും. പക്ഷേ കേജ്രിവാൾ ജയിലിലാണുള്ളത്. അപ്പോൾ എങ്ങനെ ഈ ഉത്തരവ് ലഫ്റ്റനന്റ് ഗവർണർ കൈമാറും എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഒപ്പം അതിനിടെയാണ് വിജിലൻസ് ഡയറക്ടറേറ്റ് കേജ്രിവാളിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ നീക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് നിയമനം സിവിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനം എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും വിജിലൻസ് ഡയറക്ടറേറ്റിന് നടപടി ഉണ്ടായിരിക്കുന്നത്. നിലവിൽ തിഹാർ ജയിലിലാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. കെജ്രിവാളിനെ കാണാൻ സാധിക്കുന്ന 5 പേരിൽ ഒരാൾ ആയിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായ വൈഭവ് കുമാർ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഏതായാലും പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുള്ളത്. പാർവതി. ശരി, വിവരങ്ങൾ നൽകിയത് ER രാകേഷ്. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 3 വിക്കറ്റ് വിജയം. അവസാന പന്തിലായിരുന്നു ഗുജറാത്തിന്റെ ജയം. സീസണിലെ രാജസ്ഥാന്റെ ആദ്യ തോൽവിയാണിത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 3 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ് എടുത്തു. നായകൻ സഞ്ജു സാംസണും റിയാൻ പരാഗും അർദ്ധ സെഞ്ചുറി നേടി. ഗുജറാത്തിനായി ശുഭ്മാൻ ഗിൽ 72 റൺസ് എടുത്തു. 44 പന്തിൽ 6 ഫോറും 2 സിക്സറും അടങ്ങുന്നതായിരുന്നു ഗില്ലിന്റെ ഇന്നിംഗ്സ്. വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.